മലയാള സിനിമയുടെ ഇരുണ്ട മേഖലയിൽ വളർന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു മാഫിയ ഉണ്ടെന്നാണ് ചലച്ചിത്ര സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറയുന്നത്. ഈ മാഫിയയുടെ പിടിവള്ളിയിലാണ് പല സ്ത്രീകളും. അതുകൊണ്ട് തന്നെ അവർക്ക് മൗനം തുടരേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയിലെ വളരെ ഞെട്ടിക്കുന്ന പല ഉള്ളടക്കങ്ങളും കേരള പൊതുസമൂഹത്തിന് മുമ്പാകെ പുറത്തേക്ക് വരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് സനൽകുമാർ ശശിധരൻ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷയം, മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇപ്പം പൊതുസമൂഹം വലിയ രീതിയിൽ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അപ്പം ഈ മാഫിയയെക്കുറിച്ചാണ് എക്സാക്ട്ലി യഥാർത്ഥത്തിൽ സനൽകുമാർ ശശിധരൻ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മാഫിയയുടെ ഭീഷണിയിൽ അല്ലെങ്കിൽ ഈ മാഫിയയുടെ ഭയത്താൽ കഴിയുന്ന കുറേയധികം സ്ത്രീകൾ, ഇരകൾ, അതിൽ ഒന്ന് മഞ്ജു വാര്യർ കൂടിയാണ് എന്ന് സനൽകുമാർ ശശിധരൻ ഇവരുമായിട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു, ആരോപിക്കുന്നു. അപ്പം ഇതിലൊരു അന്വേഷണം വേണമെന്നാണ് പുള്ളിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൃത്യമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നിട്ടില്ല. അതിൽ പരാതി നൽകിയ പല സ്ത്രീകളും പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പറയാൻ ഭയപ്പെടുന്നു. ആരെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത്? ഈ ഭയം ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഭയം ക്രിയേറ്റ് ചെയ്യുന്ന മാഫിയ ആരാണ്? എന്താണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം? സനൽകുമാർ ശശിധരൻ പറയുന്ന പോലെ അത്രമാത്രം നിരപരാധിത്വം മഞ്ജു വാര്യരിൽ ആരോപിക്കാൻ ഞാൻ തയ്യാറില്ല. മഞ്ജു വാര്യർക്കും മോശമല്ലാത്ത ഇത്തരം അധോലോക ബന്ധങ്ങളും അതിനെ തനിക്ക് അനുകൂലമായും എന്നാൽ അതേ തരത്തിലുള്ള അധോലോക ബന്ധങ്ങൾ തന്നെ മഞ്ജു വാര്യർക്കെതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ സനൽകുമാർ ശശിധരൻ്റെ പ്രസ്താവന വന്ന ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി അടൂർ ഗോപാലകൃഷ്ണൻ, ജോയി മാത്യു തുടങ്ങിയ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും, സാംസ്കാരിക പ്രവർത്തകർ, അത് ആ വാക്ക് തന്നെ ഒരു ഇറിറ്റേറ്റിംഗ് വാക്കായിപ്പോൾ, പ്രവർത്തിക്കുന്ന പലരും ഇയാളുടെ കോസ് അന്വേഷിക്കണമെന്നും ശരിയുണ്ടെങ്കിൽ, ഏടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ന്യായമായ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു ഏറ്റവും വലിയ അത്ഭുതം, സനൽകുമാർ ശശിധരനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ത്രീയെങ്കിലും ഉണ്ടോയെന്ന് നോക്കി. ഇവരുടെ ഈ അധോലോകത്തിൻ്റെ സ്വാധീനം, കള്ളത്തരം എന്ന് പറഞ്ഞാൽ എവിടെ മാത്രം ഉണ്ടെന്ന് കൃത്യമാകും. അവരുടെ തടവറയിലാണ് മഞ്ജു വാര്യരെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെല്ലാം ഇത്തരം അധോലോക സംഘങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ഭാഗ്യലക്ഷ്മിയുടെയെങ്കിലും പേര് വരണ്ടായിരുന്നു. അല്ല, ഈ മാഫിയക്കെതിരെയാണ് ഈ മാല പാർവതി സുപ്രീം കോടതിയിലേക്ക് പോയത്. അങ്ങനെയുള്ള പലരും പോയത് അടിസ്ഥാനപരമായിട്ട് സനൽകുമാർ ശശിധരൻ ആർക്കെതിരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് അദ്ദേഹം രംഗത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ പോയിന്റേ ഉള്ളൂ. അതിന് ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ഈ സിസ്റ്റത്തിൽ ഒരു വലിയ ഇററുണ്ട്. ആ ഇറർ എന്ന് പറയുന്നത് ഈ മാഫിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംസ്കാരമുണ്ട്. അതിനെതിരാണ് പുള്ളി അടിസ്ഥാനപരമായിട്ട് പോകുന്നത്. മണ്ടന്മാരായിട്ടുള്ള കുറേയധികം ജനങ്ങൾക്കത് മനസ്സിലാകില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കേപ്പബിൾ അല്ലാത്ത കുറേയധികം പൊതുസമൂഹം, ഇദ്ദേഹം ഹാലൂസിനേറ്റഡ് ആണ്, ഇദ്ദേഹത്തിന് ഭ്രാന്താണ്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറയും. അവരത് പറയട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഗൗരവമുള്ള പ്രശ്നം, ഇദ്ദേഹം ഈ സിനിമ ചിത്രീകരണം അല്ല അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്കും പ്രശ്നങ്ങൾക്കും ഇടയ്ക്ക് എപ്പോഴോ ഇദ്ദേഹവും മഞ്ജു വാര്യരോട് ഒരു പ്രണയം തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ട മഞ്ജു വാര്യരുടെ പ്രണയം തോന്നുന്നു. കാരണം ആർക്കും ഒരുമാതിരി പ്രണയത്തിൻ്റെ വികാരം മനസ്സിലുള്ള ആർക്കും വേണം മഞ്ജു വാര്യരെ സ്നേഹിക്കാൻ തോന്നും. അത് വേറൊരു വശം. ഈ മഞ്ജു വാര്യരുടെ പ്രണയം തോന്നി, അവർ തമ്മിൽ കൂടുതൽ അടുത്താൽ മഞ്ജു വാര്യരെ ഇപ്പോഴും കൊമേഴ്ഷ്യൽ ആയിട്ട് ഉപയോഗിക്കാൻ, കൊമേഴ്ഷ്യൽ എന്താ മറ്റേ പരിപാടിക്ക് ഉപയോഗിക്കാനല്ല പറഞ്ഞ്, പരസ്യത്തിനായിട്ടും തങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റ ആൾക്കാരൊക്കെ ഉണ്ട്. തങ്ങളുടെ ഇപ്പോൾ മോഹൻലാലിനെ ചില പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ പോവോ, സിനിമ അഭിനയിക്കാൻ പോവോ, അപ്പോൾ ആ രീതിയിൽ മഞ്ജു വാര്യനെ ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ മഞ്ജു വാര്യരെ ഒരു കച്ചവട വസ്തുവാക്കി കണ്ട് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്ന പല പ്രൊഡ്യൂസർമാർക്കും ഇത് ഇഷ്ടപ്പെടുകയില്ല, സംവിധായകർക്കും ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ സനൽകുമാർ ശശിധരൻ ഇതിൽ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ വിഷയത്തിലേക്ക് നോട്ടം എത്തിപ്പെടാതിരിക്കാനായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാം, അതായത് യഥാർത്ഥ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും അപകടങ്ങളിലേക്ക് എത്തും. അങ്ങനെ
അവരെ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് യഥാർത്ഥ വിഷയത്തിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുക, ഡയറക്ഷൻ മാറ്റിവിടുക. ഡയറക്ഷൻ മാറ്റിവിടുക. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് നിങ്ങളെ ഫോക്കസ് പോകും, നിങ്ങൾ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് പോകില്ല. അപ്പം നിങ്ങൾ യഥാർത്ഥ സത്യം നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനൊന്ന് കോട്ട് ചെയ്യാം. ഇദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയതാണ്: ഇത് കേവലം സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നമല്ല, കേരള സമൂഹം ഒന്നടങ്കം ഈ മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിൽ നീതി നിഷേധത്തിന് ഇരയാവുകയാണ്. ഹേമ കമ്മിറ്റിയിൽ ഈ മാഫിയയും അത് നടത്തുന്ന സെക്സ് റാക്കറ്റിനെയും കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉള്ളതുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരികയും ഇരകൾക്ക് നിയമപരമായി നീങ്ങാനുള്ള സാമൂഹിക സംരക്ഷണം ലഭിക്കുകയും ചെയ്താൽ ഈ മാഫിയ നശിക്കുന്നതാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല. പൊതുസമൂഹം ഇക്കാര്യത്തിൽ ഉണരണം. നീതി ഉറപ്പാക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൃത്യമായ ഉള്ളടക്കങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ വലിയ രീതിയിൽ സ്ത്രീ സംരക്ഷകരാണ്, മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറയുന്നവര് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിയിലെ കൃത്യമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരാത്തത്? ആരെയാണ് ഭയക്കുന്നത്? അത് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് അപകടം ചെയ്യുക? ഈ പശ്ചാത്തലത്തിൽ വേണം യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്, അവര് ഒരു തടവറയിലാണ്. അത് തന്നോട് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ അടിസ്ഥാനപരമായിട്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ഓഡിയോ ക്ലിപ്പുകളും ഈ പരാതിയും, എനിക്കെതിരെ മഞ്ജു വാര്യർ എടുത്ത കേസ് 2022 ആ കേസിലും അതേപോലെ തന്നെ ഞാൻ നൽകിയ പരാതിയിലും വളരെ വിശദമായിട്ട് നിഷ്പക്ഷമായിട്ട് ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ഞാനാണ് കുറ്റക്കാരനെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്നെ നിങ്ങൾ കടിച്ച് പറിച്ച് തിന്നുമെന്നാണ് ഇദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിൽ വളരെ സമഗ്രമായിട്ട് ഒരു അന്വേഷണം ഇല്ലാത്തത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സമഗ്രമായ അന്വേഷണത്തിന് പോകണം. സാർ, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? ആരെയാണ് ഭയപ്പെടുന്നത്? ഇതിൽ നിന്ന് തന്നെ നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഇത് ഇങ്ങനത്തെ അധോലോകങ്ങൾ ഇടപെടുന്ന എല്ലാ കേസുകളിലും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, വസ്തുതകൾ ജനങ്ങളിൽ നിന്നും മറ്റ് താല്പര്യമുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കും. ഈ മയക്ക്, ഇപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് കമ്പാരിസന് വേണ്ടി പറയുന്നതാണ്, മയക്കുമരുന്ന് കേസ് പിടിച്ച് തൂഫാനൊക്കെ പറഞ്ഞാൽ പിടിച്ചെന്ന് കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രമാണിമാരുടെ പേര് പുറത്തു വന്നിട്ടുണ്ടോ? പ്രമാണിമാരുടെ വലിയ കച്ചവടക്കാരുടെ പേര് പുറത്തു വന്നിട്ടുണ്ടോ? എൻ്റെ വരാത്തെ അറിയാൻ മേലഞ്ഞിട്ടാണോ? അപ്പോൾ അതുപോലെ ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരാളുടെ കേസ് വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ല 2 പേരുടെ കേസ് ശിക്ഷിക്കാം. പക്ഷേ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തൊടുത്ത് മലയാള സിനിമയെ മുഴുവൻ വട്ടം ചുറ്റി വരിഞ്ഞു മുറുക്കുന്ന ഒരു ആരോപണ ആണെങ്കിലോ ഒരു ആരോപണ പിള്ളയായിരിക്കും അത് അന്വേഷിക്കാൻ പോയാൽ ആരുടെയൊക്കെ ഇപ്പം മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ സുരേഷ് ഗോപിയുടെയോ ആർക്കെതിരായിട്ട് വേണം വന്നിരിക്കുക ആരോപണം. അപ്പോൾ എല്ലാവർക്കും ഭയം വരും. എല്ലാ താരങ്ങൾക്കും ഭയം വരും. എടാ ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോകുമോ, ഞങ്ങൾ പെട്ടുപോകുമോ? അത് നന്നായിട്ട് കച്ചവടം ചെയ്യാനാണ് PCC പോലെയുള്ളതായി കിട്ടി. ഇപ്പോൾ ഈ സനൽകുമാർ ശശിധരൻ്റെ കാര്യം PCC ഉണ്ടായിരുന്ന കാര്യം ഇന്നിപ്പോൾ കാണിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PCCയോ CPM-ൻ്റെ പിടി വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും അയാൾ പറയാൻ തയ്യാറാവുകയില്ല. പക്ഷേ ഇതിൽ ഈ സനൽകുമാർ ശശിധരനുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ അയാൾ പോപ്പുലറാണ്, അയാൾ കേരളത്തിന് മുമ്പിൽ കുറേ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ എൻഡോഴ്സ് ചെയ്യാൻ ജോയി മാത്യുവിനെ പോലുള്ള ഇതിനെ വളരെ വിദഗ്ധമായിട്ട് ട്രോളുകളിലൂടെയും തമാശകളിലൂടെയും ആളുകൾ ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വിഷ്വൽ നിങ്ങൾക്ക് കിട്ടരുത്, അപ്പോൾ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുക. ആ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തെ ഭ്രാന്തരാക്കുക. ഇദ്ദേഹം മഞ്ജു വാര്യരോട് പ്രണയാഭ്യർത്ഥന നടത്തി, അത് ഇയാൾ നിരസിച്ചു. ഈ നിരസിച്ചത് കൊണ്ടുള്ള പ്രതികാരം, പക, ഡിപ്രഷൻ, ഇതൊക്കെയാണ് സനൽകുമാർ ശശിധരൻ നടത്തുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ ഡിഫൻസ്. രണ്ടാമത് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറ്റം എന്ന് പറയുന്ന മഞ്ജു വാര്യർ പ്രൊഡ്യൂസ് ചെയ്ത, അവരഭിനയിച്ച, സനൽകുമാർ ശശിധരൻ ഡയറക്റ്റ് ചെയ്ത, ഐഫോണിലാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, ഹിമാലയൻ ടെറൈനിലാണ് അത് ചിത്രീകരിക്കുന്നത്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്യുന്നത്. ആ സിനിമ അതെ, അപ്പൊ അത് ആ സിനിമ അവർക്ക് ഇറക്കാൻ പറ്റിയില്ല, അത് തിയേറ്ററിക്കൽ റിലീസിലേക്ക് വന്നില്ല. അപ്പൊ ഇത് തടയാനായിട്ട് ഒരു വലിയ എവിടെയോ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പം ശരിക്കും ആ ഒരു സംഗതിയാണ് ഇദ്ദേഹത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലേക്ക് ഇടപെടിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട്, പ്രണയാഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനൽകുമാർ ശശിധരനോ മറ്റാർക്കോ ആരോട് വേണമെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്താം, പ്രണയം തോന്നാം, അതിൽ തെറ്റില്ല. മഞ്ജു വാര്യർക്ക് ആരോട് വേണമെങ്കിലും പ്രണയം തോന്നാം, അവർക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ നിത്യമായിട്ട് കേട്ടൊരു കാര്യമാണ്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയോട്
മഞ്ജു വാര്യറിന് പ്രണയം തോന്നി എന്നുള്ളത്. എന്താ അതിൽ തെറ്റ്? എന്തിനാണ് സമൂഹം അവരെ ക്രൂശിക്കേണ്ട ആവശ്യം? പ്രണയം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വികാരമാണ്. അത് ആരോട് വേണമെങ്കിലും തോന്നാം. അതുകൊണ്ട് മഞ്ജു വാര്യറിന് ഓട്ടോറിക്ഷ തൊഴിലാളികളോടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോടോ പ്രണയം തോന്നുന്നതിൽ ഒരു തെറ്റൂല. വേടനോട് പ്രണയം തോന്നിയാലും വേണമെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് അതിവിശുദ്ധമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അത് ആരോട് വേണമെങ്കിലും തോന്നാം. അതിലൊരു തെറ്റൂല. അപ്പൊ അതിന് അവരെ ആ രീതിയിൽ ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മഞ്ജു വാര്യർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മഞ്ജു വാര്യരെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവര് മികച്ചൊരു കലാകാരിയാണ്, മികച്ചൊരു സിനിമാ പ്രവർത്തകയാണ്, അഭിനേത്രിയാണ്. ഈ അഭിനയത്തിൽ കണ്ടിട്ട് ഞാൻ അവരെ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ജീവൻ ഭീഷണിയിലാണ്, അല്ലെങ്കിൽ അവരെ ആരെയൊക്കെയോ തടവറയിലാണ്, അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കുടുക്കിലാണ് അവരുള്ളത് എന്ന് മറ്റൊരാൾ പറഞ്ഞിട്ട് അറിയുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എന്തോ ഒരു സത്യമുണ്ട് എന്നൊരു തോന്നൽ, ആ എന്തോ ഒരു സത്യമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. സത്യസന്ധമായ അന്വേഷണം. ഇവിടെ ചോദ്യം, ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? ആരെയാണ് ഭയക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് പുറത്തു വരാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ താങ്കൾക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് പറയുന്നത്, താങ്കൾ ഇത് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെ ഇൻ്റർവ്യൂ നടത്തിയതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം താങ്കൾക്ക് ഭീഷണി നേരിട്ടു. അപ്പോൾ പലരും ഇത്തരം ഭീഷണി വരുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ വയ്യവയിൽ ചുമക്കാൻ? അല്ല, എനിക്കതിലൊരു വിഷയത്തിലൊരു ക്ലാരിഫിക്കേഷൻ നടത്താനുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ ചക്രവാണിയും കൂടി ഇരുന്ന വീഡിയോയിലാണ് ഈ ഇത്തരത്തിലുള്ള എനിക്കെതിരെ നിരവധിയായിട്ടുള്ള കമൻറ്റുകളും സൈബർ ആക്രമണങ്ങളൊക്കെ പല ദിക്കുകളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ കമൻ്റ് എഴുതിയ, മുഖമില്ലാതെ വന്നിട്ട് കമൻ്റ് എഴുതിയ ഞാൻ സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റുകളെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞ ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറയാനുള്ളത്, വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതാണ്. തുടർന്നും ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ക്രൂശിച്ചുകൊണ്ടും കമൻ്റ് എഴുതുക, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മിത്രങ്ങളെ ഉണ്ടാക്കുന്നതിലും കൂടുതൽ ഒരാൾ ചെയ്യേണ്ടത് കുറേയധികം ശത്രുക്കളെ നിർമ്മിക്കുക എന്നാണ് എൻ്റെ ഒരു പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഇനിയും തുടരെ പുറകിൽ വരിക എന്ന് പറയുന്നു. അല്ല, അത് ആ വിമർശനങ്ങൾ വരുന്നതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ തൻ്റെ നിലപാട് ഒന്നുകൂടെ അസർട്ട് ചെയ്ത് നടത്താനും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നത്. അല്ലെങ്കിൽ ഗൗതം പറഞ്ഞത് ആരാ നോക്കണം, മഞ്ജു വാര്യരുടെ കാര്യം, അവരെ നാട്ടുകാരെ മുഴുവൻ മഞ്ജു വാര്യരുടെ പുറകെ നടക്കും. നിങ്ങൾക്ക് എന്നാ പറയാനുള്ളത്, സനൽകുമാർ ശശിധരൻ എന്താ പറയാനെന്നുള്ളത് കേൾക്കാനുള്ള അവസരം പോലും നമുക്ക് ഉണ്ടാകില്ല. അല്ല, ഇദ്ദേഹത്തെ ഹാലൂസിനേഷനാണ്, ഇദ്ദേഹം സൈക്കാട്രിസ്റ്റിന് ഈ രീതിയിൽ നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന വിഷയത്തിൽ അന്വേഷണം യഥാർത്ഥത്തിൽ വേണ്ടതാണെന്നുള്ളതാണ്. ഹാലൂസിനേഷൻ ഒരു നല്ല ഫീലിംഗ് ആണ്. ഹാലൂസിനേഷൻ ഒരു നല്ല ഫീലിംഗ് ആണ്, അത്ര കുറ്റകരമായിട്ടുള്ള. പക്ഷെ അത് സനൽകുമാർ ശശിധരൻ നല്ല 3-4 സിനിമ എടുത്തുകയും മഞ്ജു വാര്യരുടെ പ്രണയാഭ്യർത്ഥന, ലോകത്ത് 99% പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം പ്രണയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആരും നഷ്ടപ്പെടുത്താറില്ല പണ്ട് എല്ലായിടത്തും. അതൊരു തെറ്റാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഹാലൂസിനേഷൻ ഉണ്ടെന്നുള്ള ആരോപണം മനസ്സിലാകത്ത്. പ്രേമിക്കുക എന്നുള്ളതാണ്. മഞ്ജു വാര്യർ പ്രേമിച്ചിട്ടില്ലേ? അപ്പോൾ ആദ്യത്തെ ഹാലൂസിനുണ്ടോ? പിന്നെ യുവജനോത്സവത്തിൽ മഞ്ജു വാര്യർ എങ്ങോട്ട് പോയതാ? ഇടയ്ക്ക് മുങ്ങി. പാലക്കാട് സ്റ്റേറ്റ് സ്കൂൾ യുവജനോത്സവത്തിൽ ഇടയ്ക്ക് കാണാനില്ല, 2-3 ദിവസത്തേക്ക് മഞ്ജു വാര്യരെ കാണാനില്ലായിരുന്നു. എവിടെയായിരുന്നു? പോലീസ് കേസായി. എവിടെയായിരുന്നു? അതാ അറിയേണ്ടത്. പോലീസ് കേസായോ? പോലീസ് കേസായി. പോലീസല്ലേ തപ്പി കണ്ടുപിടിക്കണേ പാലക്കാട് വെച്ച്. അപ്പോൾ സോ വാട്ട് ആ ചോദ്യം നമ്മൾ ഞാൻ ചോദിക്കട്ടെ, സോ വാട്ട് നമ്മൾ മഞ്ജു വാര്യർക്ക് പ്രണയിക്കാനുള്ള അവകാശമില്ല. അവിടെയാണ് മഞ്ജു വാര്യര് ഇയാൾ പ്രണയാഭ്യർത്ഥന സനൽകുമാർ ശശിധരൻ, ഇങ്ങനൊരു മഞ്ജു വാര്യര്, അല്ലെങ്കിൽ പാലക്കാട്ടെ നമ്മൾ പറഞ്ഞ മഞ്ജു വാര്യര്, സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ സിനിമയിൽ അഭിനയിക്കും, കാശ്മീരും എല്ലാം കയറി ഇറങ്ങി കയറ്റവും ഇറക്കമൊക്കെ കണ്ട സംവിധായകൻ്റെ കൂടെ അയാൾക്കെതിരായിട്ട് പ്രണയാഭ്യർത്ഥന നടത്തി എന്നുള്ള ആരോപണം, വേറെ എന്തെങ്കിലും വേറെ മോശമായിട്ട് പെരുമാറുന്ന, ഫിസിക്കലായിട്ട് പെരുമാറുന്നതൊക്കെ പറയാം. പ്രണയാഭ്യർത്ഥന നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചക്കുള്ള മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഫാദർലെസ് എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ആ വാക്കാണ് ചെയ്തത്, പച്ചക്കുള്ള വാക്ക്. കാരണം ഇയാളെ വേറെ ഒരു ആരോപണം പറയുന്നുണ്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നോ, എന്നെ മയക്കുമരുന്ന് നടത്തി കുത്തിവെച്ചിട്ട് എന്നെ മറ്റേ പരിപാടി ചെയ്യാൻ നോക്ക്, ഒന്നും പറയുന്നില്ലല്ലോ. പ്രണയാഭ്യർത്ഥന നടത്തുന്നുള്ള ഒറ്റ ആരോപണം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ ഇയാളെ സമ്മതിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒത്തിരി പേരെ പ്രണയിക്കാൻ നോക്കിയിട്ടുണ്ട്, എന്നെ പ്രണയിക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊരു സാമൂഹിക അല്ലെ മനുഷ്യബന്ധങ്ങളുടെ ഒരു ചക്രമാണ്. അത് എവിടെ നിൽക്കും, എങ്ങോട്ട് കറങ്ങുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. മിഞ്ഞാന്ന് ഇയാൾ വിളിച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം,
മഞ്ജു വാര്യർ ആരുടെയൊക്കെയോ തടവറയിലാണ്, അവരുടെ മകളുടെ ജീവൻ വെച്ചിട്ട് വിലപേശാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്ന ആരോപണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ജീവന് ഭീഷണിയായതുകൊണ്ട് പുള്ളി അമേരിക്കയിലേറ്റം പോയി. അമേരിക്കയിൽ പോയപ്പം ഇവർ തമ്മിലിടയിൽ സംഭാഷണം ഉണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ മഞ്ജു വാര്യർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം മഞ്ജു വാര്യരുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് അത് ഞാൻ അറിഞ്ഞിട്ടല്ല, മറ്റാരെയൊക്കെയോ ചെയ്തതാണ്. മഞ്ജു വാര്യർ കൊടുത്തിരിക്കുന്ന കേസ് അതും മഞ്ജു വാര്യർ പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹം കുറേയധികം വോയിസ് ക്ലിപ്പുകൾ മഞ്ജു വാര്യറുമായിട്ട് നടത്തിയ സംഭാഷണത്തിൻ്റെയൊക്കെ അവരിങ്ങനെ ഭീഷണി നേരിടുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മഞ്ജു വാര്യരുടെ ആണെന്ന് വിശ്വസിക്കാൻ പലർക്കും പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അതിലൊരു ഫോറൻസിക് അന്വേഷണം അത് യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരുടെ അല്ലെങ്കിൽ സനൽകുമാർ ശശിധരൻ ഫേക്ക് ആയിട്ട് നിർമ്മിച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ് അതെങ്കിൽ ഇയാൾ ക്രൂശിക്കപ്പെടണം. ഒരു സംശയമില്ല കാര്യത്തിൽ സനൽകുമാർ ശശിധരൻ ക്രൂശിക്കപ്പെടണം. അപ്പൊ ഞാൻ ഈ നൽകിയിരിക്കുന്ന പരാതിയിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തൂ എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. ഒപ്പം അതെ, വെല്ലുവിളിയാണ്. നിങ്ങൾ അന്വേഷിച്ചിട്ട് സനൽകുമാർ ശശിധരൻ തെറ്റുകാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കൂ എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ് പറയുന്നുണ്ട്, എന്തിനാണ് മഞ്ജു വാര്യരും ഞാനും തമ്മിൽ ബ്ലോക്ക് ചെയ്യുന്നത്, ആരോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അത് ഏതൊരു മാഫിയാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി അതിൽ പറയുന്നത് ഞാനുമായിട്ട് മഞ്ജു വാര്യർ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ളിലുള്ള പല സത്യങ്ങളും അവരൊരു പക്ഷേ തുറന്നു പറയും. അപ്പോൾ അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് മറ്റു പലർക്കും തോന്നുന്നുണ്ട്, പുറകിൽ കളിക്കുന്ന പലർക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും മഞ്ജു വാര്യറും സനൽകുമാർ ശശിധരനും അടുക്കാതിരിക്കുക. കാരണം അടുത്താലുള്ള പ്രശ്നം എന്താ, പലതും തുറന്നു പറയും, പല കളികളും മനസ്സിലാവും. അപ്പൊ ഇവര് മനസ്സിലാക്കാൻ പാടില്ല, ഇത് അറിയാൻ പാടില്ല. അതുകൊണ്ട് മഞ്ജു വാര്യരെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വരുന്ന സംഗതി. മറുവശമല്ല, ശരിയായ വശം ആണെന്ന് എനിക്കറിയത്തില്ല. ഇത് പലരും പറയുന്നത് മഞ്ജു വാര്യരെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാനും ഒക്കെ കോൺട്രാക്ട് മൊത്തം എടുത്തിരിക്കുന്ന വേറെ ചില ആൾക്കാരുണ്ട്. മഞ്ജു വാര്യർ പോലും അറിയാതെ ഞാൻ അവരെ കൊണ്ടുവന്നോളാം, അവരെ അഭിനയിപ്പിച്ചോളാം, അല്ല ഇന്ന സിനിമയിൽ അവരെ റോള് കൊടുക്കാം, ഇതൊക്കെ വേറൊരാൾ തേർഡ് പാർട്ടിയെ പറഞ്ഞു. ഒരു പ്രൊഡ്യൂസർ പോലും ആയിരിക്കില്ല, അതിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവിടെയാണ് ഈ അധോലോകം കയറി വരുന്നത്. അവർ പ്രൊഡ്യൂസറെ കണ്ടെത്തിക്കോളും, സംവിധായകനെ അവർ കണ്ടെത്തിക്കോളും, നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ളവർ. അപ്പോൾ മഞ്ജു വാര്യരെ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന വേറെ ആൾക്കാരുണ്ടെന്നേ ഇവിടെ. ആരൊക്കെ നമുക്ക് അവരുടെ പേര് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്ന് മാത്രമേ ഉള്ളൂ, കറക്റ്റ് നമുക്കും തെളിവില്ല. അങ്ങനെ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നവർക്ക് മഞ്ജു വാര്യർ ഇങ്ങനെ സനൽകുമാർ ശശിധരനെ പോലൊരു സംവിധായകനും നിർമ്മാതാവുമായിട്ട് ബന്ധപ്പെട്ട അവാർഡൊക്കെ മേടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാനുള്ള താല്പര്യം ഉണ്ടായാൽ പോലും മറ്റവർക്കെതിരായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ മഞ്ജു വാര്യരെ തൊടിയിലായിരുന്നു. സനൽകുമാർ ശശിധരനെ ബോംബെ വെച്ച് പിടിക്കാൻ നോക്കിയെന്നാണ് പറഞ്ഞത്. സനൽകുമാർ ശശിധരനെ ഫിസിക്കലായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ജയിലിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ മഞ്ജു വാര്യർ സേഫ് ആയിരുന്നേനെ. അധോലോകത്തിൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ അധോലോകം മഞ്ജു വാര്യരെയും വാച്ച് ചെയ്യുന്നുണ്ട്, അധോലോകത്തിന്റെ കണ്ണുകൾ മഞ്ജു വാര്യരിലേക്കുണ്ട്. അപ്പം സനൽകുമാർ ശശിധരൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്, ചോദിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, മലയാള സിനിമയുടെ ഇരുണ്ട ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്, ആ നിയന്ത്രിക്കുന്നവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണ്, അവരിലേക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുന്നത്, ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്, യഥാർത്ഥത്തിലുള്ള കാഴ്ച എത്താതിരിക്കാൻ പല രീതിയിലുള്ള ഡൈവേർഷനുകൾ നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. സനൽകുമാർ ശശിധരൻ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. യഥാർത്ഥത്തിലുള്ള വസ്തുതയാണ് പുറത്തു വരേണ്ടത്. ഇത് മഞ്ജു വാര്യർക്കെതിരെയുള്ള അധിക്ഷേപമല്ല എന്നത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. മഞ്ജു വാര്യർക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി എന്നല്ല, ആരെ വേണമെങ്കിലും ഈ ഭൂമുഖത്ത് പ്രണയിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് പ്രണയത്തെ ഒന്നും ദയവ് ചെയ്തിട്ട് വില കുറച്ച് ആരും കാണാതിരിക്കുക. ആരുടെ പ്രണയത്തെയും സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യരോട് പ്രണയാഭ്യർത്ഥന നടത്താനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയം പറയാനുള്ള അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ കാരണമുള്ളത്, നമ്മളൊക്കെ ഞാൻ പ്രണയിക്കുന്ന അല്ലെങ്കിൽ സാറ് പ്രണയിക്കുന്ന ഒരു അഭിനേത്രി എന്ന നിലയിൽ പ്രണയിക്കുന്ന മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണോ, അവരാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മഞ്ജു വാര്യറിന് പറ്റുന്നില്ലേ, ഈ കുറേയധികം ആശങ്കകൾ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് മഞ്ജു വാര്യരോടുള്ള സ്നേഹം, അതികഠിനമായ സ്നേഹവും ഇഷ്ടവും കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് മുഖമില്ലാതെ വന്ന് കമന്റ് എഴുതുന്നവർ അത് തുടരുക. ഒരു സഹിഷ്ണുത പറഞ്ഞത് അവർ പറഞ്ഞു, അടുത്ത ഇതിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെ അന്വേഷണങ്ങൾ, പോലീസ് അന്വേഷണം, അതായത് രാഷ്ട്രീയ നേതൃത്വം, ഇന്ന പാർട്ടി എന്നല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് സെലിബ്രിറ്റികളെ കൊണ്ട് ആവശ്യമുള്ളിടത്തോളം കാലം ഇത് ക്ഷേമ കമ്മിറ്റിയൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ.
അപ്പോൾ അതിൻ്റെ വേണം നമുക്ക് അതിനെക്കുറിച്ച് തന്നെ വീണ്ടും എടുത്ത ഒരു എപ്പിസോഡ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. പറഞ്ഞേ കാരണം അതിൽ സംസാരിച്ച ഇരകൾ പറയുന്നുണ്ട് നമുക്ക് പലതും പറയാനായിട്ട് ഭയമുണ്ട് എന്നുള്ളത്. സ്ത്രീകളാണ് പറയുന്നത്. അല്ല, ആ ഭയം കൊടുക്കേണ്ട ആരാ? ഇപ്പോൾ പി ടി തോമസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഭാവനയുടെ കേസിന് എന്ത് സംഭവിക്കുമായിരുന്നു? പി ടി തോമസ് തൈന് കൊടുക്കാനുണ്ടായിരുന്നു ഇവിടെ, അല്ല അവിടെ വെച്ച് തീർന്നു ആ കേസ്. എന്നാ വേണ്ട അങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ മാത്രം റെഡിയായിട്ട് നടക്കായിരുന്നു. ആ സമയത്താണ് പി ടി തോമസ് അവിടെ. അത് ആണ് ഈ കേസ് ഇത്രയും. അതിനൊക്കെ മഞ്ജു വാര്യരുടെ സ്പിരിറ്റ് എന്തായിരുന്നു അത്തരം കേസുകളിലൊക്കെ? എന്ത് വാശിയോടെ നിന്നു? WCC ഉണ്ടായത് എങ്ങനെയാണ്? അതിൻ്റെ നേതാക്കന്മാരല്ലായിരുന്നു ഇവരൊക്കെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഉണ്ടാത്തന്നെ.